ഹലോ, ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ബോട്ടിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബീച്ചിലേക്ക് വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ഫാമിലി ട്രിപ്പായിട്ട് പോയതാണ് കേട്ടോ. നമ്മളങ്ങനെ മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ അവിടെ നിറയെ ബോട്ടുകളും അതുപോലെ കായലും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ബോട്ടിലും നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം വെക്കേഷൻ ടൈമിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടത് ഭാഗത്തുള്ള ബോട്ടിലാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മൾ ആ ബോട്ടിൽ കയറി. ഹൈ സ്പിരിറ്റ്സ് എന്നാണ് നമ്മൾ കയറുന്ന ബോട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മളങ്ങനെ അതിൽ കയറി. ഏറ്റവും മേലെയാണ് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. താഴെയും ഇരിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷേ മേലെ ഇരുന്നാലാണ് കുറച്ചുകൂടി മനോഹരമായിട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേലിരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം എല്ലാവരും കയറി ഇരുന്ന് കഴിഞ്ഞ ശേഷം പതിയെ ബോട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കായലിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം കയറുമ്പോൾ നമുക്കൊരു ചെറിയ പേടി ഉണ്ടാകും. ആ കപ്പലിൻ്റെ കുലുക്കൊക്കെ കാണുമ്പോൾ കുറച്ചൊരു പേടിയുണ്ടാകും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങനെ സെറ്റായിക്കോളും. അപ്പോൾ നമുക്ക് ചുറ്റും നിറയെ ബിൽഡിങ്സ്, വലിയ വലിയ ബിൽഡിങ്സൊക്കെ കാണാനുണ്ട്. അതുപോലെ കുറേ ദ്വീപുകൾ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഈ ദൂരെ നിന്ന് കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2-3 പേരുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള സെറ്റിങ്സ് അവർ ചെയ്തു തരും. വേറെ ഫാമിലിയുടെ ഒപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തു തരും. അതല്ല നമുക്ക് സ്പീഡ് ബോട്ടാണ് താല്പര്യം ഉണ്ടെങ്കിൽ 2-3 പേർക്കായിട്ട് അങ്ങനെ വേണമെങ്കിലും പോവാം. കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് വാട്ടർ മെട്രോ പോകുന്നത് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ വൈപ്പിനിലേക്കും അതുപോലെ തിരിച്ചുമൊക്കെ വാട്ടർ മെട്രോ ഉണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ വരുന്നതും പോകുന്നതുമായിട്ടുള്ള വാട്ടർ മെട്രോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഹൈക്കോർട്ട് ജംഗ്ഷൻ. ഈ കാണുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ബോൾഗാട്ടി പാലസ്. നിരവധി സിനിമകളിലെ ലൊക്കേഷനായിട്ടും അതുപോലെ അത്യാവശ്യം വലിയ വലിയ ഇവൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. കല്യാണം, റിസപ്ഷൻ അതുപോലുള്ള ഇവൻറ്റുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റിസപ്ഷൻ്റെ സെറ്റപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിസപ്ഷനുള്ള ഒരു സ്റ്റേജ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. കായലിനോട് ചേർന്നിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഇവൻറ്റ് പ്ലേസാണ് നമ്മുടെ ബോൾഗാട്ടി പാലസ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ വളരെ അടുത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വളരെ മനോഹരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ചുറ്റും നിറയെ കണ്ടെയ്നറൊക്കെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ബോക്സുകളായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ വൈപ്പിൻ എന്ന് പറയുന്ന ഭാഗത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ചീനവല തന്നെയാണ്. അപ്പോൾ ഇവിടെ നിറയെ മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ ഉണ്ട്. ഈ ചീനവല ഇങ്ങനെ പൊങ്ങുമ്പോഴേക്കും പക്ഷികൾ വന്ന് മീനിനെ കുത്തിയെടുക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ദൂരെ കാണുന്നതാണ് നമ്മുടെ അറബിക്കടൽ. അപ്പോൾ നമുക്ക് കായലിൻ്റെ ഒരു പരിധി വരെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ട് തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യാത്ര തന്നെയാണ്. കായലിൻ്റെ ഭംഗിയും ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ. നമ്മൾ ഡോൾഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇത് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ DJയും പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബീച്ചിലോട്ടാണ്. കുറച്ച് നേരം ബീച്ചിലെല്ലാം കളിച്ച് അവിടുത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ സൂര്യാസ്തമയത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളിവിടെ അവസാനിക്കുന്നു. അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.